നമ്മുടെ ഈ മാസത്തെ മന്ത്ലി ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാൻ കരുതി. അങ്ങനെ പെട്ടെന്ന് ഏട്ടൻ പോയി കാറൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന് ഞാനും നീലും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ അമ്മമ്മ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മമ്മ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നേരെ പോയി കുളിച്ച് റെഡിയാവാൻ പോയിട്ടോ. നീലുകളുടെ തലയിൽ എന്ത് കണ്ടാലും അപ്പൊ തന്നെ പറിച്ചോളട്ടെ, അത് ക്ലിപ്പായിക്കോട്ടെ ബണ്ണായിക്കോട്ടെ എന്ത് സാധനമായാലും. അപ്പൊ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം ഒരുപാട് വാങ്ങിയ സാധനങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. കാരണം ഒന്നും തലയിൽ ഇടാൻ സമ്മതിക്കില്ല, ഭയങ്കര സങ്കടമാണ് കേട്ടോ കാണുമ്പോൾ. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഷോപ്പിലെത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുക അവളെ ട്രോളിയുടെ ഉള്ളിൽ ഇരുത്തുക എന്നുള്ളതാണ്. കാരണം താഴെ നിർത്തി കഴിഞ്ഞാൽ അവൾ ഫുൾ ഓട്ടായിരിക്കും, നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ട്രോളിയുടെ ഉള്ളിൽ ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാധനം എടുത്താലും അവളുടെ കയ്യിൽ കൊടുത്താൽ മതി, അവൾ തന്നെ അതിന്റെ ഉള്ളിൽ ഇട്ടോളും. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് വാശി ഒന്ന് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവൾ കൂളായിട്ട് നിൽക്കും. കുറെ നേരം കഴിയുമ്പോൾ എന്നാലും അവൾ താഴെ പറഞ്ഞാലും ബേക്കറി സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവളെ ട്രോളിയുടെ ഉള്ളിൽ നിന്ന് വെളിയിറങ്ങും കേട്ടോ. എന്നിട്ട് അവൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ പറക്കിയെടുക്കാം, അവൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ ഞങ്ങളെടുത്ത കുറച്ച് സാധനങ്ങളും അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ തന്നെ അതിന്റെ ഉള്ളിൽ വെക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് തന്നെ ഉന്നണം എന്നായി വാശി. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അവൾ എന്താച്ചാ കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ കുറെ നേരം ട്രോളിയൊക്കെ ഉന്തിത്തള്ളിയപ്പോൾ ആള് ക്ഷീണിച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ അധിക സമയം നിൽക്കാൻ പോയില്ല കേട്ടോ. കാരണം നീലു തറ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, ഫുൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടായിരിക്കും. പിന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത ആളെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് ഞങ്ങൾ പിന്നെ നൈസിന് ബില്ലൊക്കെ ചെയ്ത് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം ഇനി അധികം നേരം നിന്നാൽ നമ്മൾ അവിടെ കിടന്ന് ഫുൾ ഓടേണ്ടി വരും എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കാറിൽ കയറി അവൾക്ക് ചോക്ലേറ്റ് പൊട്ടിച്ചു കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ